ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞല്ലോ, ഇന്നമാ അതഖവ്വഫു അലൈക്കും റജുലുൻ ഖറഅൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ ഓതുന്ന, വിശുദ്ധമായ ഖുർആൻ പഠിച്ചതിന്റെ അസറുകളൊക്കെ പ്രകടമാകുന്ന ഒരാൾ, അയാളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അയാൾ ഇസ്ലാമിന് നല്ല മുതൽക്കൂട്ടായിരുന്നു. പക്ഷേ അയാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളിൽ നിന്ന് ഹിദായത്ത് നഷ്ടപ്പെടുത്തും, അല്ലെങ്കിൽ അല്ലാഹു അയാളിൽ പരിവർത്തനമുണ്ടാക്കും. അങ്ങനെ അയാളിൽ അല്ലാഹു പരിവർത്തനമുണ്ടാക്കി കഴിഞ്ഞാൽ വിശുദ്ധമായ ഖുർആനിനെ അയാൾ മാറ്റിവെക്കും. ശ്രദ്ധിക്കണം, ഖുർആൻ പണ്ഡിതനായിരുന്നു അയാൾ. പക്ഷേ പിന്നീട് അയാളിൽ നിന്ന് ആ ഖുർആനിന്റെ യഥാർത്ഥമായ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു. തന്റെ സഹമുസ്ലിമായ തന്റെ സഹോദരന്റെ നേരെ അയാൾ വാളെടുക്കാൻ ഒരുങ്ങുന്നു എന്ന് മാത്രമല്ല, വറമാഹു ബിശ്ശിർക്ക്, ശിർക്ക് ആരോപിച്ചുകൊണ്ട് വാളെടുക്കുന്നു. ഇത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. റസൂൽ എന്താ പറഞ്ഞത്? അയാളെ പുകഴ്ത്തല്ല പറഞ്ഞത്, മറിച്ചോ അയാളുടെ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, യാ നബിയല്ലാഹ് അയ്യുഹുമാ ഔലാ ബിശ്ശിർക്ക് അൽ മർമിയു അമിർ റാമി, നബിയെ ഇതിൽ ശിർക്കുമായിട്ട് ബന്ധപ്പെട്ടവനാരാണ്? ആരിലേക്കാണ് ശിർക്ക് യഥാർത്ഥത്തിൽ ബന്ധപ്പെടുന്നത്? ആരോപിച്ചവനിലേക്കാണോ അതോ ആരോപണ വിധേയനായ ആരോപിക്കപ്പെട്ടവനിലേക്കാണോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ശിർക്ക് മടങ്ങുന്നത് ബലിറാമി, ഈ ശിർക്ക് ആരോപകനിലേക്ക് തന്നെയാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ ശിർക്ക് ആരോപണത്തിന്റെ മാനദണ്ഡം എന്താണ്? ഇവർ തന്നെ കെട്ടിച്ചമച്ചുണ്ടാക്കിയത്. പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ ഒരു ഗ്ലാസ്സിൽ ചായ കുടിക്കുകയാണ്. അപ്പോ ആ ചായ കുടിക്കുന്ന ആളെ നോക്കിയിട്ട് പറയാണ്, അയാൾ കള്ളാണ് കുടിക്കുന്നത് എന്ന് അയാളുടെ മേൽ ദുരാരോപണം നടത്തിയിട്ട് പിന്നെ കള്ളു കുടിക്കുന്നതിന്റെ ദുരന്തങ്ങൾ പറയാ, അതിന്റെ വിപത്തുകൾ പറയാ. കള്ളുകുടി അജ്ഞന ഹറാമാണ്, കള്ളു കുടിച്ചാൽ എല്ലാ തിന്മയുടെയും താക്കോലാണ് എന്ന് പറഞ്ഞിട്ട് ഗീർവാണ പ്രസംഗം നടത്തുക. ഈ സാധു കുടിച്ചതോ? അയാളൊരു കട്ടൻ ചായ കുടിച്ചതാണ്. ഈ രൂപത്തിലാണ് ഇവരുടെ ശിർക്ക് തൗഹീദിന്റെ വിശദീകരണങ്ങൾ ഇന്ന് നമുക്ക് പ്രകടമായിട്ട് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖവാരിജിയത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇൻതലഖൂ ഇലാ ആയാത്തിൻ നസലത് അലൽ കുഫാരി ഫജഅലൂഹാ അലൽ മുഅ്മിനീൻ, കാഫിരീങ്ങളുടെ മേലിൽ ഇറക്കപ്പെട്ട ആയത്തുകളെ മുഅ്മിനീങ്ങളുടെ മേൽ കെട്ടിവെച്ച് ശിർക്ക് ആരോപിക്കുന്നവരാണ് ഖവാരിജിയത്ത്. ആ ഖവാരിജിയത്തിന്റെ പിൻഗാമികളാണ് ഇന്നത്തെ വഹാബികൾ. ഇത് നമ്മൾ കേവലം ആരോപിക്കുകയല്ല. ബഹുമാനപ്പെട്ട ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് സ്വാബി ഇമാമു പറയാണ്, ഹാദിഹിൽ ആയത്തു നസലത്ത് ഫിൽ ഖവാരിജ്, ഈ ആയത്ത് ഇറങ്ങിയത് ഖവാരിജിയാക്കളിലാണ്. എന്താണ് ഖവാരിജിയാക്കളുടെ പ്രത്യേകത? അല്ലദീന യുഹർരിഫൂന തഅ്വീലൽ കിതാബി വസ്സുന്ന, വിശുദ്ധമായ ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെയും ദുർവ്യാഖ്യാനം ചെയ്തവർ. ആര്? ഖവാരിജിയാക്കൾ. എന്നിട്ട് പറയാണ്, വയസ്തഹില്ലൂന ബിദാലിക ദിമാഅൽ മുസ്ലിമീൻ, അങ്ങനെ വിശുദ്ധ ഖുർആനിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മുഅ്മിനീങ്ങളുടെ രക്തത്തെ ഹലാലാക്കിയവർ. ഇബ്നു അബ്ദുൽ വഹാബിന്റെ ചരിത്രം പഠിക്കണം. ഈ അടുത്ത് ഹനീഫ് ഗായക്കൂടി റിപ്പോർട്ടർ ചാനലിൽ നടത്തിയ അഭിമുഖത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് അവതാരകൻ ചോദിക്കുമ്പോ, ഇബ്നു അബ്ദുൽ വഹാബ് ഞങ്ങളുടെ നേതാവാണെന്ന് പറയാൻ മുട്ടിടിക്കുന്ന ദയനീയമായ സാഹചര്യം നമ്മൾ പരസ്യമായിട്ട് കണ്ടതാണ്. മൂപ്പര് ഞങ്ങൾ അങ്ങനെ വലിയ നേതാവൊന്നും അല്ല എന്നൊക്കെയാണ് കായക്കൊടി സാഹിബ് പറഞ്ഞത്. പറയാൻ പേടിയുണ്ടാവും. കാരണം എന്താ? വയസ്തഹില്ലൂന ബിദാലിക ദിമാഅൽ മുസ്ലിമീൻ. ഇബ്നു അബ്ദുൽ വഹാബിന്റെ ചരിത്രത്തിൽ അത് കാണാം. പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ മേൽ ശിർക്ക് ആരോപിച്ചുകൊണ്ട് അവരെ കൊലപ്പെടുത്തിയ രക്തരൂക്ഷിതമായ വിപ്ലവ ചരിത്രമാണ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ചരിത്രമുള്ളത്. ഞാൻ അങ്ങോട്ട് ഇപ്പോൾ കടക്കുകയല്ല. മാത്രമല്ല ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു എന്നിട്ട് ഇവരെ കുറിച്ച് പറയാണ്, യസ്തഹില്ലൂന ബിദാലിക ദിമാഅൽ മുസ്ലിമീന വ അംവാലഹും, മുഅ്മിനീങ്ങളുടെ രക്തം ചൊരിക്കാനും മുഅ്മിനീങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കാനും ശ്രമിച്ചവരാണ് ആര്? ഖവാരിജിയാക്കള്. എന്നിട്ട് ബഹുമാനപ്പെട്ട സ്വാബി ഇമാമു പറയാണ്, അങ്ങനത്തെ ഒരു കൂട്ടരിപ്പരുണ്ട്, ആ വിഭാഗത്തെ പോലെ ഒരു വിഭാഗം ഇന്നുമുണ്ട്. എന്നിട്ട് പറയാണ്, വഹും ഫിർഖത്തും ബി അർളിൽ ഹിജാസ്, അത് ഹിജാസിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട വിഭാഗമാണ്. യുഖാലു ലഹുമുൽ വഹാബിയ, ഓലെ പേരാണ് വഹാബികൾ. ഇമാമുന സ്വാബി തങ്ങളെ രേഖപ്പെടുത്താണ്. പിന്നീട് ഇവരെ പ്രസ്സിൽ നിന്ന് ഇറങ്ങണ സ്വാബി ഇമാമിന്റെ ആ തഫ്സീറിൽ എന്തു കാണാൻ ഈ ഭാഗം കാണൂല. വഹും ഫിർഖത്തും ബി അർളിൽ ഹിജാസ് യുഖാലു ലഹുമുൽ വഹാബിയ. അവിടെ ഒരു ബ്ലാങ്ക് ആയിട്ട് കാണാം. നിങ്ങൾ പോയിട്ട് പരിശോധിച്ച് നോക്കി. ഇത് ബഹുമാനപ്പെട്ടവ ഇമാമുമാർ അവരെ കുറിച്ച് പറയാണ്. എന്നിട്ടോ അവരുടെ പ്രത്യേകത, അവർ
കള്ളന്മാരാണ്, കളവ് പറയുന്നവരാണ്. അലാ ഇന്നഹും ഹുമുൽ കാദിബൂൻ, അവർ കളവ് പറയുന്നവരാണ്. എന്ന് മാത്രമല്ല, ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്വാനു ഫഅൻസാഹും ദിക്റല്ലാഹ്, അവരുടെ ഹൃദയത്തിൽ പിശാചിന്റെ ആധിപത്യമുള്ളത് കൊണ്ട് തന്നെ ഫഅൻസാഹും ദിക്റല്ലാഹ്, അള്ളാഹുവിന്റെ യഥാർത്ഥ ദിക്ർ അവരുടെ ഹൃദയത്തിൽ നിന്ന് മറപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അല്ലെ, പിശാച് ഒരാളെ ഹൃദയത്തിൽ ആധിപത്യം ചെലുത്തിയാൽ ഫഅൻസാഹും ദിക്റല്ലാഹ്, അള്ളാഹുവിന്റെ ദിക്ർ മറച്ചു കളയും. അവരാണ് വഹാബികൾ എന്ന് ഇമാമുന സ്വാബി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. ഉലൈക ഹിസ്ബുശ് ശൈത്വാനി അലാ ഇന്ന ഹിസ്ബശ് ശൈത്വാനി ഹുമുൽ ഖാസിറൂൻ. ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുക. ഇതാണ് പ്രിയപ്പെട്ടവരെ ഷിർക്ക്, ഈ ജനങ്ങളുടെ മേൽ ഷിർക്ക് ആരോപിക്കുക.